ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോളിയാസ് കുറച്ചുണ്ട്. ഏകദേശം ഒരു 35 വെറൈറ്റിയോളമുണ്ട്. അതിന് നമ്മൾ കംപ്ലീറ്റ് വെട്ടിക്കളയാൻ പോവാം. വെട്ടിക്കളയാൻ പോവാന്ന് പറഞ്ഞാൽ അതിനെ പ്രൂൺ ചെയ്ത് അത് എങ്ങനെ വരും എന്ന് നോക്കാം. അപ്പം ഏകദേശം ഒരു കുറേ കളേഴ്സ് ഉണ്ട്, കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ജോമോൻ എന്ന് പറയുന്നത്, നമ്മുടെ കുമരകത്തൊരു നഴ്സറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ തരാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു 200 വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-200 വെറൈറ്റി അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി മൂലം നമ്മൾ ഒരു ചട്ടിയിൽ 3-4 എണ്ണമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതും കൊണ്ട് നമ്മളിത് താഴെ വെച്ച് കട്ട് ചെയ്യണേ. പിടിയുടെ കുത്തെ എല്ലാം ഞാൻ പിടിക്കാല്ലേ, നീ പിടിക്കടാ. വെട്ടിക്കളയുമല്ല, നമുക്കിത് വെട്ടി നടണം. അപ്പൊ ഇതൊക്കെ മേലോട്ട് കൊണ്ടുപോകും, ഒക്കെ നടണം. അപ്പൊ ഇത്രയും നമ്മള് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇത് ആദ്യം കട്ട് ചെയ്തു നമ്മള്. അപ്പൊ ഇതിന്റെ മേളിൽ നമ്മള് ശലം ഫംഗിസൈഡ് തേച്ച് കൊടുക്കണേ. സാഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കട്ട് ചെയ്തെടുത്ത് കുറച്ച് ഫംഗിസൈഡ് തേച്ച് കൊടുത്തു. സാഫാണ് നമ്മൾ ഫംഗിസൈഡായിട്ട് യൂസ് ചെയ്തത്. ഇത് നമ്മളിനി ബുഷിയായിട്ട് വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. വരണം. അത് കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ അതുപോലെ വെട്ടാൻ പോവാണേ. ഇത് മുഴുവനും വെട്ടാൻ പോവാണ്. ഇല്ല മോനെ, അത് അപ്പോൾ ഡിയേഴ്സ്, നമ്മളിതെല്ലാം വെട്ടി ഒതുക്കിയിട്ടുണ്ട്. എല്ലാം താത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഫംഗിസൈഡിനെ എല്ലാത്തിനും തേക്കും. ഇതിനെ ഫംഗിസൈഡ് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊന്ന് മണ്ണൂടെ ഫില്ല് ചെയ്ത്, മണ്ണല്ല നമ്മുടെ മിശ്രിതം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണേ. നമ്മൾ കൊടുക്കുന്നത് ചകിരിച്ചോറും പിന്നെ നമ്മുടെ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ശകലം മണലും കൂടെ ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആയി മുമ്പാൻ അവിടെ അങ്ങിരുന്നു ഇതിൻ്റെ അകത്തോട്ട് അങ്ങിട്ട് കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേരുകള് എല്ലാ ഭാഗത്തു നിന്നും, അതായത് തണ്ടിന്റെ എല്ലാ ഭാഗത്തു നിന്നും വേരുകൾ പൊട്ടി കിളിക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. നമ്മൾ ഇത്രയും ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് നമ്മൾ ബുഷിയായിട്ട് ഇതിന്റെ ബാക്കി കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ബുഷിയായിട്ട് വരുമ്പോൾ അതിന്റെ ഫൈനൽ വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ കോളിയാസ് ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം കാണുന്ന ഒരു സീനാണിത്. നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ കോളിയാസ് നശിക്കാതെ നല്ല ബുഷിയായിട്ട് എപ്പോഴും നല്ല ഒരു പച്ചപ്പിൽ തന്നെ നമ്മുടെ ചട്ടിയിൽ നമ്മുടെ വീടിനെ അലങ്കരിച്ച് തന്നെ നിൽക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് you.